ഇന്നിപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി ചിക്കൻ ബർഗർ ആണ്. അപ്പോൾ അതിന് കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ഓണിയനും ഒരു ഗാർലിക്കും ഒരു മുട്ടയും ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. മുട്ട ആഡ് ചെയ്യണത് ബൈൻഡിങ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ്, കുക്ക് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലിക്വിഡ് കണ്ടൻറ്റ് കുറയ്ക്കാൻ ബ്രെഡ് ക്രംസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ലൈസ് ബ്രെഡ് കട്ട് ചെയ്തിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഉടനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫ്രീസറിലും, കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു ബട്ടർ പുരട്ടിയ പാത്രത്തിലേക്ക് നമ്മുടെ പാറ്റിക്ക് എന്തോരം സൈസ് വേണോ അതനുസരിച്ച് ബോളുകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കാരമലൈസ്ഡ് ഒണിയനാണ് ആഡ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാനിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ഒണിയൻ റിങ്സായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരമലൈസ്ഡ് ഓണിയൻ ബർഗറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ കാരമലൈസ്ഡ് ഓണിയൻ ഉണ്ടാക്കണേ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ടൊമാറ്റോയും ഞാൻ ബട്ടറിൽ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണുണ്ടേ. അടുത്തത് നമുക്ക് ചിക്കൻ പാറ്റി റെഡിയാക്കി എടുക്കാം. അതിന് വീണ്ടും ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളുടെ ചിക്കൻ ഓരോ ബൗളുകളും വെച്ചിട്ട് പാനിൽ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഷേപ്പൊന്നും വേണമെന്നില്ല കേട്ടോ, ടേസ്റ്റിലല്ലേ കാര്യം. ഇനി റൗണ്ടിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനധികം കുക്കിംഗ് ടൈം ഒന്നുമില്ലേ, കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ അരച്ച് വെച്ചേക്കണതാണ്. പിന്നെ കട്ടി കുറവിലാണ് പാറ്റി റെഡിയാക്കി എടുക്കണത്. അപ്പോൾ തിരിച്ച് മറിച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഓരോ ചീസ് സ്ലൈസും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ അതേ പാനിൽ നമ്മളുടെ ബർഗർ ബണ്ണും കൂടി ഒന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബർഗർ സോസാണ്. ഒരു ബൗളിലേക്ക് കുറച്ച് മയണൈസ്, കുറച്ച് മസ്റ്റർഡ് സോസ്, കുറച്ച് കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ബർഗർ ബണ്ണിൻ്റെ ബോട്ടം ലെയറിൽ നമ്മുടെ ഈ സോസ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ലെറ്റ്യൂസിൻ്റെ ഒരു ലീഫ് വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ ചീസ് വെച്ചിട്ടുള്ള പാറ്റി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. കാരമലൈസ്ഡ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ടൊമാറ്റോയും വെച്ച് കൊടുക്കാം കേട്ടോ. ബർഗർ ബണ്ണിൻ്റെ അതിൻ്റെ മുകളിലും കുറച്ച് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ കുറച്ച് സോസ് ഈ ബർഗറിൻ്റെ ആ ലെയറുകളുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ടോപ്പ് ലെയർ ബണ്ണും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ ബർഗർ റെഡി ആയിട്ടോ. നമുക്ക് നമ്മുടെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കറിയാലോ നമ്മുടെ കുട്ടികൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസാണ് ഇഷ്ടമെന്ന്. അപ്പോൾ അതനുസരിച്ച് ഇതിൻ്റെ ലെയറുകൾ മാറ്റിയാൽ മതിയേ. നമുക്കിതിലേക്ക് പിക്കിൾഡ് ക്യുക്കുംബറൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലത്തെ റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബായ്.